മെറ്റൽ നിർമ്മാണം അഥവാ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്നാമത്തേത് കോൺസെൻട്രേഷൻ, രണ്ടാമത്തേത് എക്സ്ട്രാക്ഷൻ. അത് രണ്ടും കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ള റിഫൈനിങ് ഓഫ് മെറ്റൽ ആണ്. അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിന്റെ കൂടെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറെ പറ്റിയും ഒക്കെ പറയണം. ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളൊക്കെ ഇടണം. നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നൽകണം. അതൊക്കെയാണ് ടീച്ചറിന് നൽകാൻ പറ്റുന്ന തിരിച്ചുള്ള ഒരു സ്നേഹമൊക്കെ. ടീച്ചർ എത്ര സ്നേഹത്തോടെയാണ് എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ നൽകുന്നത്. ലോഹ നിർമ്മാണം അഥവാ മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സ്റ്റെപ്പുകളാണ് അതിനുള്ളത്. അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങ് പതിഞ്ഞു കിടക്കണം. വെറും ഒരു 10 മിനിറ്റത്തെ ക്ലാസ് ഡെയിലി ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ആ പോയിന്റ്സുകളെല്ലാം മനസ്സിൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. അപ്പോൾ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായിരുന്ന എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, ലോഹ നിർമ്മാണം, അത് നടക്കുന്ന സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പായിരുന്നു. അതിൽ നമ്മൾ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്ത മെറ്റലിനെ റിഫൈൻ ചെയ്യുന്ന തേർഡ് സ്റ്റേജും കൂടെ ഉള്ളൂ. റിഫൈനിങ് ഓഫ് മെറ്റൽ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് മെറ്റൽ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ എക്സ്ട്രാക്ഷന്റെ ഒക്കെ സമയത്ത് ആ കിട്ടിയ മെറ്റലില് അല്പം ഇമ്പ്യൂരിറ്റി ആയിട്ട് മറ്റ് ചില മെറ്റലുകളോ അങ്ങനെ ചില ഗേഷ്യസ് സബ്സ്റ്റൻസോ അങ്ങനെ പല ഇമ്പ്യൂരിറ്റീസ് അല്പം വരാൻ സാധ്യതയുണ്ട്. അതിനെ കൂടി റിമൂവ് ചെയ്ത് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുന്ന പ്രോസസ്സാണ്, സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. നോട്ട്ബുക്കിലേക്ക് റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് ഹെഡിങ് കൊടുത്ത് എന്താണ് റിഫൈനിങ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. എല്ലാരും ചോദിക്കാറുണ്ട്, നോട്ട് കൂടി പ്രത്യേകമായിട്ട് ടീച്ചറെ അതിന്റെ ഒരു ലിങ്കോ അങ്ങനെ എന്തെങ്കിലും തരുമെന്ന്. നമുക്ക് അങ്ങനെ ലിങ്ക് ഒന്നും ഇട്ട് നോട്ട് എഴുതാൻ മാത്രം ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഓരോ സ്റ്റേജസ് ഒക്കെ പഠിക്കാനേ ഉള്ളൂ. ഈ 10ാം ക്ലാസ്സിലെ ഓരോ യൂണിറ്റിൽ നിന്നും ടീച്ചറിന്റെ ക്ലാസ് കണ്ടു പഠിക്കുന്നവർക്ക് നിങ്ങളിപ്പോ ഫോസ് അടിച്ചിട്ട് വീഡിയോ ഫോസ് ചെയ്തിട്ട് റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് ഹെഡിങ് കൊടുത്ത് അതിന്റെ ഡെഫിനിഷൻ ബുക്കിലേക്ക് എഴുതൂ. അത്രയും നോട്ടേ നമുക്കുള്ളൂ. വാട്ട് ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽ? റിമൂവൽ ഓഫ് ഓൾ ഇംപ്യൂരിറ്റീസ് ടു ഗെറ്റ് പ്യുവർ മെറ്റൽ. അത്രയും കാര്യമുള്ളൂ. എല്ലാ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്ത് മെറ്റലിനെ പ്യുവർ ആക്കുന്നതിനെയാണ്. അപ്പൊ ഒറ്റ വാക്ക് എന്ത് പറയാം? പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഈസ് കോൾഡ് റിഫൈനിങ് ഓഫ് മെറ്റൽ. മെറ്റലിന്റെ നേച്ചർ അനുസരിച്ചും ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ അനുസരിച്ചും മെറ്റലിന്റെ സ്വഭാവം അതുപോലെ ഇംപ്യൂരിറ്റിയുടെ സ്വഭാവം അതൊക്കെ അനുസരിച്ച് വിവിധ തരം മെത്തേഡുകൾ നിലവിലുണ്ട്. നമുക്കോ മെറ്റലിന്റെ നേച്ചർ നോക്കണം. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയുണ്ട്, ബോയിലിംഗ് പോയിന്റ് എങ്ങനെയുണ്ട്, റിയാക്ടിവിറ്റി എങ്ങനെയുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വേണ്ട പ്യൂരിഫിക്കേഷൻ മെത്തേഡ് അഥവാ റിഫൈനിങ് മെത്തേഡ് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഇതില് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. വലിയ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൂടുതൽ മെത്തേഡ് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് പിള്ളേരെ പാവം പിള്ളേരായിട്ട് എല്ലാവരും കൂട്ടിയേക്കുന്നത്. നമ്മളൊന്ന് പഠിച്ചാൽ മതി. നമുക്ക് വെറും 3 തരത്തിലുള്ള റിഫൈനിങ് മെത്തേഡ് മാത്രമേ പഠിക്കാനുള്ളൂ. എത്ര റിഫൈനിങ് മെത്തേഡാണ്? 3 റിഫൈനിങ് മെത്തേഡ്. ഈ മെത്തേഡുകൾ മറ്റ് പഠിച്ച ബാക്കിയുള്ള കോൺസെൻട്രേഷൻ, എക്സ്ട്രാക്ഷൻ എന്നൊക്കെ വെച്ച് മാറിപ്പോകരുത്. പേരുകളൊക്കെ നമുക്ക് വീണ്ടും പറഞ്ഞ് മനഃപ്പാടമാക്കണം. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ മെത്തേഡാണ്? റിഫൈനിങ് മെത്തേഡ് പ്രത്യേകം എടുത്തു പറയണം. റിഫൈനിങ് മെത്തേഡ്: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റി, റിഫൈനിങ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റി, റിഫൈനിങ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം.
റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റലിലെ ആദ്യത്തെ മെത്തേഡായ ലിക്വേഷൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ലിക്വേഷൻ നടക്കുമ്പോൾ ലിക്വേഷൻ വഴി പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽ വേഗം മെൽറ്റ് ചെയ്യുന്നതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. എന്താണ് അവരുടെ പ്രത്യേകത? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടിന്ന്, ലെഡ് പെട്ടെന്ന് ഉരുകും. അങ്ങനെയുള്ള മെറ്റലുകൾ മാത്രമാണ് നമ്മൾ ലിക്വേഷൻ വഴി പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത് എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു സ്ലോപ്പിംഗ് ഹെയർത്താണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ഹെയർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞ അടുപ്പ്, ഒരു ചെരിവുള്ള അടുപ്പ്. എന്നിട്ട് നമ്മൾ ഇംപ്യൂർ മെറ്റൽ ഇവിടെ വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് നിക്ഷേപിക്കുന്നു. എന്നിട്ട് ഈ ഹെയർത്ത് ഈ അടുപ്പ് ചൂടാക്കി കഴിയുമ്പോൾ നമ്മുടെ വെട്ടെന്ന് ഉരുകുന്ന മെറ്റല്, നമുക്ക് വേണ്ട മെറ്റല് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതാണ്. അത് പെട്ടെന്ന് ഉരുകി അത് നമുക്ക് ഉരുകി വന്ന് ഇങ്ങനെ പ്യുവർ മെറ്റലായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് ഉരുകാതെ ഈ മുകളിൽ തന്നെ ഇരിക്കും. ഇമ്പ്യൂരിറ്റീസ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഉരുകാതെ ആ ചെരിഞ്ഞ അടുപ്പിൻ്റെ മുകളിൽ തന്നെ റിമൈൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ലിക്വേഷൻ നടത്തുന്നത്. ലിക്വേഷൻ ഒന്നാമത്തെ പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ് ലിക്വേഷൻ വഴി നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. ടിന്ന്, ലെഡ് ഒക്കെയാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ്. നമുക്ക് ഇതിൽ നിന്ന് വരുന്ന എക്സാം ക്വസ്റ്റ്യൻസ് പോയിന്റ് ആയിട്ട് എഴുതിയത് ഒന്നുകൂടെ നോക്കാം. അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ലിക്വേഷനെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഞാനത് 3 പോയിന്റ് ആക്കി മാറ്റിയാണ് എഴുതിയേക്കുന്നത്. കാരണം ആ 3 പോയിന്റും നമുക്ക് എക്സാമിന് ഓരോരോ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, മെറ്റൽ ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ലിക്വേഷൻ വഴി നമ്മൾ റിഫൈൻ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ലിക്വേഷൻ എന്താണെന്ന് അത് ചെറുതായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ച് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഓഫ് മെറ്റൽ ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് കേട്ടാൽ അത് ലിക്വേഷനാന്ന് ഓർത്താൽ മതി. ഇതിന് അടുത്ത പ്രധാനപ്പെട്ടത് ഞാൻ റെഡിങ് കൊണ്ടൊക്കെ വരച്ച് കാണിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ടത് ലിക്വേഷൻ വഴി പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലിക്വേഷൻ വഴി പ്യൂരിഫൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? ടിൻ ആൻഡ് ലെഡ്. ഇനി നമുക്ക് ഡിസ്റ്റിലേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. റിഫൈനിങ്ങിലെ രണ്ടാമത്തെ മെത്തേഡായ ഡിസ്റ്റിലേഷന്റെ ഒരു ചിത്രീകരണമാണ് ഈ കൊടുത്തേക്കുന്നത്. ഡിസ്റ്റിലേഷൻ വഴി പ്യൂരിഫൈ ചെയ്യേണ്ട മെറ്റൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത, ആ മെറ്റലിന് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാൻ പറ്റണം, ബോയിൽ ചെയ്ത് വേപ്പറൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് പറയുന്ന ലോ ബോയിലിംഗ് പോയിന്റ് എന്നാണ്. അപ്പൊ മെറ്റൽസ് ഹാവിങ് ലോ ബോയിലിംഗ് പോയിന്റ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ. അതിനുവേണ്ടി ഒരു ചുവടുരുണ്ട ഫ്ലാസ്ക്, അതിന് പറയുന്നത് റിട്ടോർട്ട് എന്നാണ്. ആ റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമ്മുടെ മെറ്റല് പെട്ടെന്ന് ബോയിൽ ചെയ്ത് വേപ്പർ ആകുന്ന സ്വഭാവമുള്ള നമ്മുടെ മെറ്റല് വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് ഉയരുന്നു. അതിനെ ആ വേപ്പറിനെ ഈ കുഴലിൽ കൂടി കടത്തി വിടുന്നു. അപ്പൊ ആ കുഴലിന് ചുറ്റും ഒരു കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുന്നത്. അപ്പൊ വേപ്പർ കണ്ടൻസ് ചെയ്ത് നമുക്ക് ഇവിടെ പ്യുവർ മെറ്റലായിട്ട് കിട്ടും. അത് തണുത്ത് കഴിയുമ്പോഴത്തേനും പ്യുവർ മെറ്റലായി സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്നുകൊള്ളും. സാധാരണ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, അങ്ങനെ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള 3 മെറ്റലാണത്. ആ മെറ്റലുകളെ ആണ് ഡിസ്റ്റിലേഷൻ വഴി സാധാരണയായി പ്യൂരിഫൈ ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അത് 3ഉം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഡിസ്റ്റിലേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഞാൻ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാടാവും. ഇങ്ങനെ പോയിന്റ് ആണെങ്കിൽ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതിൽ 1-2 പോയിന്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. മെറ്റൽസ് ഹാവിംഗ് ലോ ബോയിലിംഗ് പോയിന്റ്, അതാണ് ഓർത്തിരിക്കേണ്ടത്. ലോ ബോയിലിംഗ് പോയിന്റ് ഡിസ്റ്റിലേഷൻ. അത് ഏതൊക്കെ മെറ്റലാണ് എന്ന് നമുക്ക് പൂരിപ്പിക്കാനും മാച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. metals refined by distillation are zinc, cadmium and mercury. ഇനി ഡിസ്റ്റിലേഷൻ എന്താന്ന് ചുരുങ്ങിയ ഒരു സെന്റൻസിൽ പറഞ്ഞു എന്ന് മാത്രം. ഇംപ്യൂർ മെറ്റൽ ഹീറ്റഡ് ഇൻ എ റിട്ടോർട്ട്. പ്യുവർ മെറ്റൽ എലോൺ വേപ്പറൈസ്ഡ്. പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ ലോഹം മാത്രം വേപ്പറൈസ് ചെയ്യും. ദിസ് വേപ്പേഴ്സ് ആർ കളക്റ്റഡ് ആൻഡ് കണ്ടൻസ്ഡ്. അത് കളക്ട് ചെയ്ത് തണുപ്പിച്ച് നമ്മൾ ശുദ്ധമായിട്ടുള്ള പ്യുവർ മെറ്റൽ ഉണ്ടാക്കും. മൂന്നാമത്തെ മെത്തേഡായ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ എങ്ങനെ റിഫൈനിങ് നടത്താമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കോപ്പറിൻ്റെ തന്നെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനുള്ളത്. ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ 67 നമ്മുടെ ആ ചിത്രവും കൂടി ഒന്ന് എടുത്തു വെച്ചേക്കുക. ആ ചിത്രത്തിൽ ലളിതമായിട്ടുള്ള ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ കോപ്പറിൻ്റെ ഇലക്ട്രോളിസിസ് നോക്കാം, കോപ്പറിൻ്റെ റിഫൈനിങ് നോക്കാം. അതിനുവേണ്ടി ആനോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കോപ്പറാണ് പ്യൂരിഫൈ ചെയ്യേണ്ടത്. ആ കോപ്പറിൻ്റെ തന്നെ ഒരു ഇംപ്യൂർ ആയിട്ടുള്ള വലിയ ബ്ലോക്കാണ് നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനോഡ് എന്താണെന്ന് ചോദിക്കും. ഇംപ്യൂർ മെറ്റൽ കോപ്പറാണ് ചെയ്യണമെങ്കിൽ കോപ്പർ എടുക്കണം, മറ്റ് മെറ്റലാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ബ്ലോക്കാണ് ആനോഡായിട്ട് എടുക്കുക. അതേ സമയത്ത് കാഥോഡായിട്ട് എടുക്കുന്നത് കോപ്പർ ആണെങ്കിൽ കോപ്പറിൻ്റെ തന്നെ പ്യുവർ മെറ്റൽ, പ്യുവർ ആയിട്ടുള്ള ഒരു തിൻ റോഡ് എടുക്കണം ആ കാഥോഡായിട്ട്. ഇനി ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് നടത്താൻ വേണ്ടി ഇലക്ട്രോളിസിസ്, അതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഏത് മെറ്റലാണോ ഉപയോഗിക്കുന്നത് ആ മെറ്റലിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ നോക്കിക്കേ. ആനോഡായിട്ട് ഇംപ്യുവർ കോപ്പർ, കാഥോഡായിട്ട് പ്യുവർ കോപ്പറിൻ്റെ ഒരു ചെറിയ റോഡ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പുസ്തകത്തിൽ സൾഫ്യൂരിക് ആസിഡ് ഒന്നും കൂടി കാണും. അതിൻ്റെ കാരണം ഈ റിയാക്ഷൻ ഒന്ന് സ്പീഡിൽ നടക്കാൻ വേണ്ടി അല്പം ആസിഡ് ചേർത്തേക്കുന്നു എന്നേ ഉള്ളൂ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെങ്കിലും മതി. ഇനി ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആനോഡിൽ നിന്നുള്ള ഓരോ കോപ്പർ ആറ്റങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇതിലിരിക്കുന്ന നല്ല കോപ്പർ ആറ്റംസ് കോപ്പർ അയോൺസ് ആയിട്ട് ഇങ്ങോട്ട് പൊഴിഞ്ഞു വീഴും. എങ്ങോട്ട്? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് വീഴും. കോപ്പർ അയോൺസ് ആയിട്ട്, കോപ്പർ ആറ്റംസ് കോപ്പർ അയോൺസ് ആയിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് വീഴും. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും അത് എവിടെ ചെല്ലും? ഈ തിന്നായിട്ടുള്ള കാഥോഡിൽ ചെല്ലും. കാഥോഡിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. അപ്പോൾ അവിടെ ചെല്ലുന്ന Cu2+ ഓരോന്നും നെഗറ്റീവായിട്ടുള്ള കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി ഇവിടെ പറ്റിപ്പിടിക്കും. ഇനി ഇതിൻ്റെ ഫലം എന്താണ്? ഇവിടുത്തെ കോപ്പർ ആറ്റം എല്ലാം പൊഴിഞ്ഞ് ഇങ്ങോട്ട് അയോണായി വീണു. ഓരോ കോപ്പർ അയോണും ഇവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്തു. കോപ്പർ അയോണും കോപ്പർ ആറ്റമായി ഡിപ്പോസിറ്റ് ചെയ്തു. ഫലം എന്താണ്? ഇത് മെലിഞ്ഞ് വരും. ഈ കാഥോഡ് വണ്ണം വെച്ച് വരും. പതുക്കെ ഇവിടെ ഇമ്പ്യൂരിറ്റി മാത്രമായി മാറും. ഓരോ കോപ്പർ ആറ്റവും ഈ സൊല്യൂഷനിൽ കൂടി ഇറങ്ങി കാഥോഡിലേക്ക് പോകും. പിന്നെ ഇമ്പ്യൂരിറ്റി മാത്രമേ അവിടെ കാണുകയുള്ളൂ. ആ ഇമ്പ്യൂരിറ്റി മാത്രമായി കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് താഴേക്ക് വീഴും. നമുക്ക് ഇലക്ട്രോളിസ് വീണ്ടും തുടരണമെങ്കിൽ, റിഫൈനിങ് വീണ്ടും തുടരണമെങ്കിൽ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ ബ്ലോക്ക് കൊണ്ടുപോയി നമ്മൾ വീണ്ടും ഇവിടെ ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഇമ്പ്യൂരിറ്റി എല്ലാം കൂടെ അവസാനം മിച്ചമായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നതിനെ നമ്മൾ ആനോഡ് മഡ്,
കാരണം ഇംപ്യൂർ മെറ്റൽ ഇരുന്ന സ്ഥലം ആനോഡാണ്. അതുകൊണ്ട് ഇതിനെ ആനോഡ് മഡ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന പരീക്ഷാ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ വേണമെങ്കിൽ ഈ ചിത്രവും കൂടെ വളരെ ലളിതമായ ചിത്രമായതുകൊണ്ട് നിങ്ങൾ ബുക്കിലേക്ക് വരച്ച് ആ നോട്ടും കൂടി എഴുതിയെടുക്കുക. ഇവിടുന്ന് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ആനോഡ് എന്താണ്? ഇപ്പോൾ മാറിപ്പോയേക്കുന്നത് ആനോഡ് ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ, ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ. കാഥോഡ് എന്താണ്? പ്യുവർ ആയിട്ടുള്ള മെറ്റൽ, ഉദാഹരണത്തിന് പ്യുവർ ആയിട്ടുള്ള കോപ്പർ തന്നെ. കോപ്പറിൻ്റെ ശുദ്ധീകരണമാണ് നടക്കുന്നതെങ്കിൽ എടുക്കേണ്ട സൊല്യൂഷൻ ഏത്? കഴിഞ്ഞ SLC എക്സാമിനേഷനെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എഴുതണം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ആനോഡ് മഡ് എന്താണ്? ഇംപ്യൂരിറ്റീസ് റിമൈൻഡ് ആഫ്റ്റർ ദി ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ. കോപ്പറിൻ്റെ റിഫൈനിങ്ങിന് ശേഷം അവിടെ മിച്ചം വന്ന ഇംപ്യൂരിറ്റീസ് ആണ് ആനോഡ് മഡ്. നമുക്കിനി നോട്ടിലേക്ക് എഴുതേണ്ടത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. ഈ 2 പോയിന്റ്സ് ആണ് പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒന്ന് വായിച്ചേക്കാം. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ റിഫൈനിങ് ഓഫ് മെറ്റൽ ബൈ ഇലക്ട്രോളിസിസ് ഓഫ് എ സൊല്യൂഷൻ ഓഫ് മെറ്റൽ, സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ ആണ്. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാന്ന് ചോദിക്കും. അത് പ്യുവർ മെറ്റൽ. ചിലപ്പോൾ നെഗറ്റീവ് എന്ന് ചോദിക്കാതെ കാഥോഡ് എന്ന് ചോദിച്ചാലും നിങ്ങൾ തെറ്റിച്ചേക്കരുത് കേട്ടോ. ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നവർക്ക് 1 മാർക്ക് പുറത്തു പോകരുതെന്നാണ് ആഗ്രഹം. നോക്കിക്കേ, ആനോഡ് ഏതാണ്? പോസിറ്റീവ് ഇലക്ട്രോഡ്. നിങ്ങൾ ചിലപ്പോൾ ആ പടമൊക്കെ ഓർത്തിട്ട് ചാടി എഴുതും ഇംപ്യൂർ മെറ്റൽ. അപ്പോൾ ആനോഡെന്നാണ് ചോദിക്കുന്നതെങ്കിലും ഇംപ്യൂർ മെറ്റൽ. ഇലക്ട്രോലൈറ്റ് മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ, ഏത് മെറ്റൽ ഉപയോഗിക്കുന്നോ അതിൻ്റെത്. ഇപ്പൊ ഇവിടെ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ടീച്ചറിന്റെ കൂടെ പഠിക്കുമ്പം 1 പോയിന്റ് പോലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇടയാകരുത്. അതുകൊണ്ട് നമ്മുടെ പുസ്തകത്തിലെയും കൂടി ഒന്ന് പൂരിപ്പിച്ച് വെക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആനോഡ് ഇംപ്യൂർ മെറ്റൽ, ആനോഡ് ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കേണ്ടത്. കാഥോഡ് പ്യുവർ മെറ്റൽ. ഇലക്ട്രോലൈറ്റ് ഈ പിക്ചറിൽ കോപ്പർ സൾഫേറ്റ്. ഇനി ഇക്വേഷൻ എന്താണ് അവിടെ നടക്കുന്നത്? കാണാപ്പാടം ഒന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലൊന്ന് കൊണ്ടുവരിക. കോപ്പർ ആറ്റംസ് അയോൺസ് ആയിട്ട് മാറും ആനോഡിലെ. ആ സൊല്യൂഷനിലോട്ട് വരും. ആ സൊല്യൂഷനിൽ നിന്നും ആ കോപ്പർ അയോൺസ് എവിടെ ചെല്ലും? കാഥോഡിൽ ചെല്ലും. കാഥോഡിൽ ചെന്ന് കാഥോഡിൽ നെഗറ്റീവാണ്, ഇലക്ട്രോൺ സ്വീകരിച്ച് ആറ്റമായിട്ട് മാറും. അപ്പൊ ഇവിടെ ഇത് കാര്യം മനസ്സിലാക്കിയാണെങ്കിലും പഠിക്കാനുമ്പം ഇക്വേഷൻ എഴുതാൻ ഒരു സൗകര്യമുണ്ട്. ഇത് തിരിച്ചിട്ട് എഴുതിയേക്കുന്നതല്ല. ഇത് ആനോഡിൽ നടന്ന റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതിയേക്കുന്നത് പോലെയാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും. അങ്ങനെയും ട്രിക്കുണ്ട്. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ഷൻ, റിഫൈനിങ് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഓർത്ത് 2 പ്രധാനപ്പെട്ട മെറ്റലിന്റെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മെറ്റലുകളായ അയണിന്റെയും അലുമിനിയത്തിന്റെയും എക്സ്ട്രാക്ഷൻ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ നമുക്ക് പഠിക്കാം. നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു പാറ്റേണും കൂടെ ഞാൻ തന്നേക്കാണ്. കംപ്ലീറ്റ് ദ വേർഡ് പെയർ റിലേറ്റഡ് ടു റിഫൈനിങ് ഓഫ് മെറ്റൽ. സിങ്ക്, അതിന്റെ കൂടെ തന്നേക്കുന്ന വേർഡ് ഡിസ്റ്റിലേഷൻ ആണ്. അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ലെഡിന്റെ കൂടെ ഏതാണ് റിഫൈനിങ് മെത്തേഡ് എഴുതേണ്ടത്? സിങ്ക് ഡിസ്റ്റിലേഷൻ എന്ന് തന്നു, ലെഡ് ഏതാണെന്ന് എഴുതണം. ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കറക്റ്റ് ആണോ എന്ന് ഞാൻ അവിടെ കമന്റ് തിരിച്ചു തന്നേക്കാം കേട്ടോ. ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? മനസ്സിലായോ? ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെയൊരു ക്ലാസ് ഉള്ളതിനെ കുറിച്ച് പറയണം. ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആകെ എനിക്ക് തിരിച്ചു തരാനുള്ളത്. അത് ഞാൻ നിങ്ങളിൽ നിന്ന് ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.